2024 ലൂസെയ്ൻ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം നീരജ് ചോപ്ര. ഐ.ടി കമ്പനികളുടെ കൂട്ടായ്മയായ നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ് നാസ്കോം ചെയർപേഴ്സണായി നിയമിതനായത് സിന്ധു ഗംഗാധരൻ. തെരുവുനായ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീംകോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റി ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി. ഉപഭോക്താക്കൾക്ക് അതിവേഗം വായ്പ ലഭ്യമാക്കാൻ റിസർവ് ബാങ്ക് ആരംഭിക്കുന്ന UPI മാതൃകയിലുള്ള പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂണിഫൈഡ് ലെൻഡിംഗ് ഇൻ്റർഫേസ് ULI. സൈബർ തട്ടിപ്പുകൾ, ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയാവുന്നവർക്ക് സഹായം തേടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1930. UPSCയുടെ അധ്യക്ഷയായി ചുമതലയേറ്റത് പ്രീതി സുദൻ. മുൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയായിരുന്നു. മുൻ ചെയർമാൻ ഡോക്ടർ മനോജ് സോണി രാജിവെച്ചതിനെ തുടർന്നാണ് നിയമനം. മികച്ച നാടകഗ്രന്ഥത്തിനുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരത്തിന് അർഹനായത് ബൈജു ചന്ദ്രൻ. കേരളത്തിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും നൽകുന്ന സേവനങ്ങൾക്കും ആഗോള ഗുണനിലവാരം കൊണ്ടുവരിക, അന്താരാഷ്ട്ര വിപണിയിലെ വിപണന സാധ്യത കൂട്ടുക, പൊതുവായ ഒരു ബ്രാൻഡ് സൃഷ്ടിച്ചെടുക്കുക എന്നിവ ലക്ഷ്യമിട്ട് വ്യവസായ വാണിജ്യ വകുപ്പ് വിഭാവനം ചെയ്ത പദ്ധതി കേരള ബ്രാൻഡ്. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് ഇറ്റാനഗർ, അരുണാചൽ പ്രദേശ്. സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 88 വില്ലേജ് ഓഫീസുകളിൽ നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ സുതാര്യത. വയനാട് ജില്ലയിലെ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് കവി പ്രഭാവർമ്മ എഴുതിയ കവിത ഉറ്റവർ. ജമ്മു കാശ്മീരിൽ നിന്ന് വേർപെടുത്തി കേന്ദ്രഭരണ പ്രദേശമാക്കിയ ലഡാക്കിൽ 5 പുതിയ ജില്ലകൾ കൂടി വരുന്നു. സൻസ്കാർ, ദ്രാസ്, ഷാം, നുബ്ര, ചാങ്താങ് എന്നിവയാണവ. നിലവിൽ ലേ, കാർഗിൽ എന്നീ ജില്ലകളാണുള്ളത്. സൗദി അറേബ്യയുടെ ട്രേഡ് കമ്മീഷണറായി ചുമതലയേറ്റ മലയാളി ജോർജ് ജോൺ വാലത്ത്. ഇന്ത്യയുടെയും മംഗോളിയയുടെയും സംയുക്ത സൈനിക അഭ്യാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? നൊമാഡിക് എലഫന്റ്. കർഷകരെ സഹായിക്കാൻ കൃഷിയിടങ്ങളിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനം ഡ്രോൺശ്രീ. ഏത് രാജ്യത്തേക്കാണ് ഇന്ത്യ ആദ്യമായി ഗ്രീൻ അമോണിയ കയറ്റുമതി ചെയ്യുന്നത്? ജപ്പാൻ. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിൻ്റെ ആദ്യ വിദേശ പരിശീലകൻ ബ്രിട്ടീഷുകാരനല്ലാത്ത വ്യക്തി സ്വൻഗാരോ എറിക്സൺ. 2024 ഓഗസ്റ്റിൽ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച വ്യക്തി രഞ്ജിത്ത്.